അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. റമദാൻ മുബാറക്. ഇന്ന് റമദാൻ 17. ഗൾഫ് നാടുകളിൽ, കേരളത്തിൽ റമദാൻ 16. റമദാൻ 17-ൻ്റെ ചരിത്രം എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. ദീനിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പോരാട്ടത്തിൻ്റെ ചരിത്രം കുറിച്ച ആ ദിവസം 313 സഹാബാക്കളെയും കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ബദറിലേക്ക് പുറപ്പെട്ട ആ ദിനം. ആയിരത്തോളം വരുന്ന ശത്രുവും എല്ലാ ആയുധങ്ങളും ഏന്തിയ ശത്രുവിൻ്റെ മുമ്പിൽ വെറും കൈയോടെ അല്ലാഹു അക്ബർ എന്ന ധ്വനി മാത്രം കൈമുതലായിക്കൊണ്ടുണ്ടായിരുന്ന പ്രവാചകനും സഹാബാക്കളും. ആ ചരിത്രങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ല, എല്ലാവർക്കും അറിയാവുന്ന ചരിത്രങ്ങൾ തന്നെയാണ്. മുസ്ലിം സമുദായത്തെ അന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ഈ ദീൻ നമുക്ക് ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. ആ പോരാട്ടം കുടിക്കുവാനോ കഴിക്കുവാനോ ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ കാരക്കച്ചീടുകൾ കൊണ്ട് നോമ്പ് തുറന്ന സഹാബാക്കൾ പ്രവാചകൻ്റെ കൽപ്പനയ്ക്കനുസരിച്ചുകൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് രണാങ്കണത്തിലേക്ക് ഇറങ്ങി ശത്രു സൈന്യവുമായി ഏറ്റുമുട്ടി ദീനിനു വേണ്ടി ഷഹീദായ സഹാബാക്കളെക്കുറിച്ചും നാം കുറേ ചരിത്രങ്ങളെല്ലാം കേട്ടിട്ടുള്ളതാണ്. ഉംറക്ക് പോയിട്ടുള്ള, ഹജ്ജിന് പോയിട്ടുള്ള ആളുകൾക്ക് ആ ചരിത്രമിറങ്ങുന്ന ബദറും ഉഹദും ഹന്തക്കും എല്ലാം നാം പലവട്ടം കണ്ടിട്ടുള്ളവരുമാണ്. ആയതുകൊണ്ട് അത്തരം ചരിത്രങ്ങൾ ഞാൻ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, അതിന് ഉള്ളൊരു ആളും കൂടിയല്ല ഞാൻ. എന്നിരുന്നാലും ഈയൊരു റമദാനിൻ്റെ 17 ആ ചരിത്രം, ആ കാര്യങ്ങളൊന്ന് ഉണർത്തുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഇന്നും നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിമായതിൻ്റെ പേരിൽ, അള്ളാഹു അക്ബർ എന്ന വിളിയാളം കേൾക്കുന്നതിൻ്റെ പേരിൽ, അള്ളാഹുവിന് മുമ്പിൽ സുജൂദ് ചെയ്യുന്നതിൻ്റെ പേരിൽ ഇന്നും നമ്മുടെ നാട്ടിലും ലോകത്തെമ്പാടും ഇസ്ലാമിൻ്റെ ശത്രുക്കൾ മുസ്ലിങ്ങൾക്ക് നേരെ ആയുധങ്ങളേന്തിക്കൊണ്ട്, ഇല്ലാത്ത കള്ളക്കഥകൾ പടച്ചു വിട്ടുകൊണ്ട് മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം എന്തുകൊണ്ടും അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ട്, അള്ളാഹുവിനോട് പ്രത്യേകം ദുആ ചെയ്തുകൊണ്ട് ദീനിൽ അടിയുറച്ച് നിൽക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നാളെ അള്ളാഹുവിൻ്റെ അടുത്ത്, അള്ളാഹുവിൻ്റെ സ്വർഗീയ ലോകത്ത് പ്രവാചകൻ്റെ കൂടെ, സഹാബാക്കളുടെ കൂടെ നമുക്കും ഒരുമിക്കാൻ കഴിയുകയുള്ളൂ. ഇസ്ലാം ആരെയും ആക്രമിക്കുവാനോ ഇല്ലായ്മ ചെയ്യുവാനോ ഒന്നും കൽപ്പിക്കുന്നില്ല. ഇസ്ലാം സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സത്യത്തിൻ്റെയും മതമാണ്. അതുൾക്കൊണ്ട് ജീവിക്കുന്ന ഒരാൾക്കും ഒരാളെയും ആക്രമിക്കാൻ കഴിയില്ല.
പക്ഷേ ചരിത്രങ്ങൾ പറയുമ്പോൾ ശത്രു ആക്രമിക്കാൻ വരുന്ന സമയങ്ങളിലെല്ലാം അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് മാത്രമാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാതെ ഒരാളെ അങ്ങോട്ട് ചെന്ന് ആക്രമിച്ച് വകവരുത്തുവാനോ കൊല ചെയ്യുവാനോ ഒന്നും ഇസ്ലാം കൽപ്പിക്കുന്നില്ല. നിൻ്റെ ജീവനും നിൻ്റെ സ്വത്തിനും ഏതെങ്കിലും ഘട്ടങ്ങളിൽ പ്രയാസങ്ങൾ നേരിടുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്ന് മാത്രമേ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുള്ളൂ. ആയതുകൊണ്ട് റമദാൻ 17 ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പ്രവാചകനും സഹാബാക്കളും നമുക്ക് പകർന്നു തന്ന ആ പാഠങ്ങൾ ഉൾക്കൊണ്ട് തന്നെ നാം നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് മാത്രമാണ് എനിക്ക് ഈ റമദാനിൻ്റെ ഈ രാവിൽ പറയാനുള്ളത്. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നാം ചെയ്യുന്ന ഓരോ ഇബാദത്തുകളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാകട്ടെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത അഊദു ബിക മിനൻ നാർ. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. السلام عليكم ورحمة الله وبركاته.